ഹായ് ഓൾ. Yes, why? ഓക്കെ. അപ്പം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ബിലീഫ് സിസ്റ്റങ്ങൾ നമ്മൾ കവർ ചെയ്തു വെച്ചിരുന്ന കുറേ പാറ്റേൺസ്, പ്രോഗ്രാംസ് നമ്മളെ ഉള്ളിലുണ്ടാവും. പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഇന്ന വേല് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നിങ്ങളെ ബിഹേവിയേഴ്സ് ആവാം, നിങ്ങളെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കരിയറിലായിരിക്കാം. ഈവൻ നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും നിങ്ങളെ ലൈഫ് ഏത് രീതിയിൽ പോകണം എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ ഈ ധാരണകളെയൊക്കെ മറികടക്കുന്നത് പോലും അത്രയും വേഗതയിൽ നിങ്ങളെ അവിടെ സ്റ്റക്കാക്കി നിർത്തുന്ന, അവളെ ബ്ലോക്ക് ചെയ്യുന്ന ചില സ്വഭാവരീതികൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നറിയില്ല. ഒരു കേസിൽ ഒരു മകളും ഒരു ഭർത്താവും ഭാര്യയും കൗൺസിലിങ്ങിന് വന്നു. ഭർത്താവിൻ്റെ പരാതി ഇതായിരുന്നു: ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാം നൽകുന്നുണ്ട്, എൻ്റെ ജീവിതം നല്ല ഹാപ്പിയാണ്, ഒക്കെ ഓക്കെയാണ്. ഭാര്യ പറഞ്ഞു, ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഓക്കെയാണ്, എനിക്കൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഭർത്താവിന് ഒരു പരാതി ഉണ്ടായിരുന്നു: എൻ്റെ ഭാര്യ എത്ര വിളിച്ചാലും അവൾ വിളി കേൾക്കില്ല, 5ാമത്തെ വിളിയിലോ 6ാമത്തെ വിളിയിലാണ് എൻ്റെ ഭാര്യ വിളി കേൾക്കുള്ളൂ. ഞാൻ അടുത്ത് പോയി നിന്ന് വിളിച്ചാലും അവൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ചെക്കപ്പ് ചെയ്തു, ചെവി കേൾക്കാവേ ഒന്നുമില്ല. അപ്പം കുറേ ചോദിച്ചറിഞ്ഞ് അത് ഭർത്താവിന് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ആണ്. കാരണം ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ടിലേക്ക് ബ്ലെയിം ചെയ്യുകയാണെന്നൊക്കെ പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഇരുന്നു ചോദിച്ചു മനസ്സിലാക്കിയ സമയത്ത് തൻ്റെ ഉമ്മ, ഈ കുട്ടിയുടെ ഉമ്മ, ഉപ്പ വിളിച്ചു കഴിഞ്ഞാൽ പണ്ടേ കുഞ്ഞുനാൾ മുതലേ ഈ കുട്ടി കേൾക്കുന്നത്, അച്ഛൻ വീട്ടിലേക്ക് വന്ന് വിളിക്കുന്ന സമയത്ത് ഉമ്മ മറുപടി പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ 5-6 വിളികളിലൂടെയാണ് ഉമ്മ മറുപടി പറയുന്നത്. കാരണം ഉമ്മാൻ്റെ ചെവി കേൾക്കില്ലായിരുന്നു. പക്ഷെ കുഞ്ഞുനാളിലൊന്നും കുട്ടി അവെയർ അല്ല. ഉപ്പ വിളിക്കുന്നുണ്ട്. അന്ന് മുതൽ കുട്ടി വിവാഹിതയാവുന്നത് വരെ കേട്ടിട്ടുള്ളത് ഉമ്മ വിളി കേൾക്കുന്നത് ഇത്രയും വൈകിട്ടാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ആ രീതി എന്നുള്ളതാണ്. കുട്ടികൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ആദ്യം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ ഫുഡ് എടുക്കുക, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കഴിക്കുക എന്ന് കാണിച്ചു കൊടുക്കുന്നില്ല. കുട്ടികൾ ഓൾറെഡി ജനിച്ചു വളർന്നത് മുതൽ കാണുന്നുണ്ട്, നമ്മൾ കുട്ടികൾക്ക് കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോനെ ടോയ്ലറ്റ് പോയിക്കോന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എവിടെയാണ് എന്ന് കുട്ടിക്ക് അവെയർ ആണ്. കാരണം ഓൾറെഡി മമ്മി ടോയ്ലറ്റ് പോയിട്ട് വരട്ടെ, കുഞ്ഞിവിടെ നിൽക്കേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട് ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് ശീലിച്ച് വന്നൊരു പാറ്റേൺ ഉണ്ട്. അത് ഓൾറെഡി അവിടെ പ്രിന്റഡ് ആണ്. ഈ പ്രിന്റ് തന്നെയാണ് നമ്മളെ ലൈഫിലേക്ക് പല രീതിയിലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയട്ടെ, നേരത്തെ നാസർ പറഞ്ഞു എനിക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് നേരത്തെ എഴുന്നേൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും. എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണം, 3 മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ബേണിങ് ഡിസയർ ഒക്കെയാണ്. പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ശീലിച്ചു വന്നൊരു പാറ്റേൺ ഉണ്ട്. എന്നും വന്ന് ശീലിച്ചു വന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ ശീലിച്ചു വന്ന പാറ്റേണിൽ നിന്നും മാറി, എന്നും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നല്ലൊരു പാടം, നല്ല വയൽ, ആ വയലിൽ നല്ലോണം കൃഷി ചെയ്യുന്ന പാടമാണ്. എല്ലാവരും പാടത്ത് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ വയലിൻ്റെ അപ്പുറത്തേക്ക് എത്തണം. പക്ഷേ ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് എത്തേണ്ടത്, പക്ഷേ അതിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെയാണ് അതിലേക്കുള്ള വഴി. ശരിക്കും വഴി വരുന്നത് ഇങ്ങനെ വരമ്പത്തൂടെ ഇങ്ങനെ പോയാൽ ഇവിടെ എത്തും. അപ്പോൾ പാടത്ത് കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും പാടത്തിൻ്റെ വരമ്പത്തു കൂടെയാണ് നടക്കുക. വരമ്പത്തു കൂടെയാണ് അപ്പുറത്തെ തോട്ടിലേക്ക് കുളിക്കാൻ പോകുന്നതും അല്ല അപ്പുറ സൈഡിലേക്ക് കളിക്കാനൊക്കെ പോകുന്നത്. അതേസമയം പാടത്ത് നെൽകൃഷി കൊഴുത് കഴിഞ്ഞു, നിലം ഒക്കെ പാകമായിട്ടൊക്കെ കഴിഞ്ഞു, ഉഴുതൊക്കെ കഴിഞ്ഞ് ഒക്കെ തരിശായിട്ട് കിടക്കുകയാണ്. നെക്സ്റ്റ് കൃഷിക്ക് വേണ്ടി വെയിറ്റിങ്ങിലുള്ള ഒരു ടൈം ആണെങ്കിൽ നമ്മൾ എങ്ങനെ പോവും? സ്ട്രൈറ്റ് പോവും അല്ലേ? സ്ട്രൈറ്റ് പോവും. അതിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ സഞ്ചരിച്ചു വന്നാണ്. എൻ്റെ ജീവിത രീതി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഓൾറെഡി പാറ്റേൺ സെറ്റാണ്. അവിടെ പാറ്റേൺ സെറ്റാണ്. നമ്മൾ ഇതിലൂടെ നടന്ന് ശീലിച്ചതാണ്. ഈ ശീലിച്ച വഴിയിൽ നിന്നും വെട്ടിയിട്ട് വേറെ വഴിയിലൂടെയാണ് പോകേണ്ടത്.
പുതിയൊരു വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ആ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആദ്യം ടാസ്ക് ആയിരിക്കും. ഇവിടെ നല്ല കാടും മുള്ളും പിടിച്ച് കിടക്കുന്ന ഒരു വഴിയാണെന്ന് വിചാരിക്കുക. മറ്റേത് ഓൾറെഡി പിന്നെ നടന്ന് 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 എന്താണ് വഴി സെറ്റാണ്. പുതിയൊരു വഴി വെട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ കല്ലും മുള്ളും ഇതാക്കണം. അതിനെന്ത് ചെയ്യണം? ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് അതിലൂടെ നടന്ന് 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 പോയാൽ മാത്രമേ അവിടെ ഒരു വഴി തെളിയുകയുള്ളൂ. അതേസമയം ഇങ്ങനെ ഈ വഴി തെളിഞ്ഞതിൻ്റെ കൂടെ തന്നെ പഴയ വഴി എന്ത് ചെയ്യും? പുല്ല് നിറഞ്ഞ് കാട് നിറഞ്ഞ് മൂടാനും തുടങ്ങും. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ? ഇതുപോലെ നമ്മളെ ലൈഫിൽ നമ്മൾ ഓൾറെഡി ഈ പാറ്റേൺ ആയിട്ട് ജീവിച്ചു പോരുന്ന സെറ്റിംഗ് ഉണ്ട്. അതുപോലെ സ്റ്റെല്ല പറഞ്ഞതുപോലെ പണം ചെലവാക്കുന്ന രീതികളെക്കുറിച്ച് ഓൾറെഡി ഇതുവരെ ഇപ്പം പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പണം ചെലവാക്കാതെ ജീവിച്ചിട്ട് പോന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ റൂട്ടിലൂടെ നടക്കാൻ എന്താണ് പ്രയാസമാണ്. ഓൾറെഡി അവെയർ ആവുക, ഞാൻ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യതലം നിങ്ങൾക്കുള്ളിൽ വർക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ പുതിയ വഴിയിലൂടെ എങ്ങനെയാണ് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ, നിങ്ങൾ ഇതുവരെ ശീലിച്ച രീതികൾ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ മനഃപൂർവ്വം ബോധപൂർവം ഒരു 21 ദിവസം 40 ദിവസം 90 ദിവസം നടക്കുമ്പോഴേ അവിടെ വഴിയാവുകയുള്ളൂ. പുതിയൊരു ശീലം നിങ്ങളിലേക്ക് വരുള്ളൂ. എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇതുവരെ പോയ വഴിയിലൂടെ നടന്നതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് നേടാൻ പോവില്ല, ഒന്നും നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ പുതിയതായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. വേറിട്ട വഴിയിലൂടെ തന്നെ പോകണം. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഐസക് ന്യൂട്ടനും അബ്ദുൽ കലാമും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന തരത്തിലുള്ള ടെക്നോളജീസ് ഒന്നും നമുക്ക് ഇപ്പോഴും ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു. അവർ ചിന്തിച്ചു. നമുക്ക് നൽകിയ ചിന്തകളും അവർക്ക് നൽകിയ ചിന്തകളും തോട്ട് പ്രോസസ്സും എല്ലാം സെയിം തന്നെയാണ്. നമ്മളെപ്പോലെ കൈയും കാലും ഹ്യൂമൻ ബോഡി തന്നെയാണ് അവർക്കുമുള്ളത്. പക്ഷേ അവർ വേറിട്ട് ചിന്തിച്ചു. ചിന്തകളെ ഓപ്പോസിറ്റ് ആക്കി വേണ്ട വിധത്തിൽ അതിനെ പ്രോഗ്രാം ചെയ്തു, കഷ്ടപ്പെട്ടു. ആമസോണിൻ്റെ ഓണർ എത്ര വർഷം ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ആമസോൺ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വിജയത്തിലേക്ക് വരാൻ, വിജയത്തിൻ്റെ പടിയിലേക്ക് കയറാൻ ധാരാളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആളുകൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഒറ്റയടിക്ക് ഒരു നിമിഷം ആർക്കും ഒന്നും കൊണ്ടു തന്നതല്ല. കഷ്ടപ്പാട്, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് ആക്കണം എന്ന് എല്ലാവരും നിങ്ങളോട് പറയാറുണ്ട്. എങ്ങനെയാണ് ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് ആക്കുന്നത്? സിംപ്ലി ഇതുപോലുള്ള മനഃപൂർവ്വം വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുക, ചിന്തകളെ അതിലേക്ക് അലൈൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അഫോർമേഷൻസ് കൊടുക്കുക. സിംപ്ലി പറഞ്ഞാൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇത്ര മാത്രം മതി. അതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് അതേ രീതിയിൽ പോകുന്നിടത്താണ് നിങ്ങളുടെ കഴിവ്. അവിടെയാണ് നിങ്ങളുടെ മികവ് നിങ്ങൾ തെളിയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. നിങ്ങളെ വിജയത്തിൻ്റെ പാതയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് അനുവദിക്കുള്ളൂ എന്ന് ഞാൻ പറയുന്നു. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കാക്കി നിർത്തുന്ന, നമ്മളെ തളർത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്നും ജിമ്മിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇന്ന് മുതൽ ഞാൻ ഡയറ്റാണ്, എനിക്ക് വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഡയറ്റാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ പലപ്പോഴും ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ഡയറ്റ് ബാലൻസ് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിങ്ങനെ ഫുഡ് കഴിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഡെയിലി റുട്ടീൻസ് ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഹാബിറ്റായിട്ട് ശീലമായിട്ട് മാറിയ ഒരു സാധനത്തിന് പുതിയൊരു ശീലത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞു, മാം എനിക്കിപ്പം, മാം നല്ല കേട്ടോ വിളിച്ചേ, എനിക്കിപ്പം എന്താണ് മധുരം അധികം കഴിക്കാൻ പറ്റുന്നില്ല, മധുരം കഴിക്കുമ്പോഴത്തേനും ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷനാണെന്ന്. ഭയങ്കര യങ് കേട്ടോ, 20 വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഡയറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ നേരത്തെ ഒന്ന് പഞ്ചസാര ഒന്ന് കുറച്ചു, ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊന്ന് കുറച്ചിരുന്നു, അതിന് ശേഷം ഇപ്പം എനിക്ക് പറ്റും. കാരണം പുതിയൊരു പാറ്റേൺ അവിടെ സെറ്റായി. അതുകൊണ്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ പിന്നെ നമ്മളെ ലൈഫ് സ്മൂത്ത് ആവുകയാണ്. മനസ്സിലായോ? വേണ്ടാത്ത കാര്യം, നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഫുഡ്, ഒരു പ്ലേറ്റ് ചോറും മൊത്തം കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നല്ലോണം നമ്മളെ വയറിന് എന്താണ്, ഇത് വയറും മൈൻഡും ഞാൻ കണക്ട് ചെയ്യാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വയറ് നമ്മളത് വലുതാവും. ഓൾറെഡി ഒരു പ്ലേറ്റ് ഫുഡ് കഴിച്ചാലേ വയറ് ഫില്ലാവുള്ളൂ. ആദ്യം നമ്മളെ അമ്മമാർ കുറുക്ക് തരുമ്പോൾ കുറച്ച് കുറുക്കാണ്, കുറച്ച് കഴിച്ചാലും നമ്മൾ വയറ് ഫില്ലാവും. പിന്നെ നമ്മൾ വയറിന് ആദ്യം പിന്നെ കുറച്ച് കഴിക്കുമ്പോഴത്തേനും നമ്മളെ വയറ് ഫില്ലാകുമ്പോൾ നമ്മൾ നിർത്തും. ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോഴത്തേനും നിർത്തും.
പിന്നെ നമ്മൾ ഒരു ദിവസം നന്നായിട്ട് വിശന്ന സമയത്ത് നമ്മൾ 2 ചപ്പാത്തി കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ശീലമായിട്ട് എന്നും 2 ചപ്പാത്തി. ആദ്യത്തെ 2 ദിവസം ശ്വാസമൊക്കെ മുട്ടും, വയറെന്ന് പറഞ്ഞാൽ. പക്ഷേ ഭയങ്കര ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി കറിയാണെങ്കിൽ നമ്മൾ 2 തിന്നു പോകും. അപ്പോൾ ശ്വാസമൊക്കെ മുട്ടും, എന്നാലും മനപ്പുറം. പക്ഷേ 3-4 പ്രാവശ്യം ഇങ്ങനെ ടേസ്റ്റി കറിയാണെന്ന് വിചാരിച്ച് വയറിനെ ഫില്ലാക്കി കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് അത്ര വലുപ്പത്തിലാവും, ഇലോങ്ങേറ്റ് ചെയ്യും. ആ ഇലോങ്ങേറ്റ് ചെയ്ത സാധനം പിന്നെ ചുരുങ്ങുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ അത് ഫില്ലാവുന്ന തരത്തിൽ ഫുഡ് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ കഴിച്ച് നമ്മൾ സെറ്റായി വന്നതാണ്. പിന്നെ നമ്മൾ തടി കൂടി ഭയങ്കര ഫാറ്റായി വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡ് കുറയ്ക്കും. ഫുഡ് കുറയ്ക്കുമ്പം ഒരു പ്ലേറ്റ് ചോറെടുക്കുന്ന ഹാഫ് പ്ലേറ്റ് ചോറെടുക്കും. ഹാഫ് പ്ലേറ്റ് ചോറെടുക്കുമ്പോൾ നമ്മളെ വിശപ്പ് മാറില്ല. കാരണം ഓൾറെഡി നമ്മൾ ഹാഫ് പ്ലേറ്റ് ചോറ് കഴിച്ചാലും 1/4 പ്ലേറ്റ് ചോറ് കഴിച്ചാലും നിങ്ങൾക്ക് അത് മതി. പക്ഷേ നിങ്ങൾക്കത് വിശപ്പ് മാറാത്തതിന് കാരണം നിങ്ങൾ ഇത്ര കഴിച്ച് ശീലമായതുകൊണ്ടാണ്. ആ ശീലമായതിനെയാണ് നമ്മൾ കുറച്ച് കൊണ്ടുവരേണ്ടത്. ഹാഫ് പ്ലേറ്റ് ചോറ് നിങ്ങൾ ഒരു 2 വീക്സ് അടുപ്പിച്ച് കഴിച്ച് നോക്കിക്കേ, പിന്നെ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റില്ല. കാരണം ഇത് വയറ് കുറച്ച് വയറ് ചുരുങ്ങിയപ്പോൾ അത്രയും നമുക്ക് മതിയുള്ളൂ. അത് നമുക്ക് ഹെൽത്തിയാണ്. അത് നമുക്ക് പിന്നീട് ഓവർ ഫുഡ് കഴിക്കാതിരിക്കാനും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് തെറ്റിച്ചാൽ വീണ്ടും പഴയതുപോലെ ആവും. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ പാറ്റേൺസ് ഓൾറെഡി സെറ്റാണ്. നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം ഓരോരോ കാര്യങ്ങളും സെറ്റാണ്. ആ സെറ്റായ കാര്യത്തിനെ മാറ്റി പുതിയൊരു ഹാബിറ്റിലേക്കും പുതിയൊരു രീതിയിലേക്കും കൊണ്ടുവരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 21 ഡേ എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. 21 ദിവസം അടുപ്പിച്ച് നിങ്ങളെ സിസ്റ്റം, നിങ്ങളെ പാറ്റേൺ മാറ്റാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ഹാബിറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ അവിടെ സെറ്റായി, നിങ്ങൾ അവിടെ സ്ട്രെങ്തനായി. പിന്നെ നിങ്ങൾക്കത് മാറി വരേണ്ട ആവശ്യം വരില്ല. അത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ ഗോ ഫോർവേഡ്, നിങ്ങൾക്ക് മുമ്പോട്ട് അതുപോലെ നല്ല രീതിയിൽ തന്നെ പോകാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളെ കംഫർട്ട് സോണും നമ്മളെ ലൈഫിൻ്റെ ഗോളിലേക്കും അച്ചീവ്മെൻറ്റ്സിലേക്കും തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ ബോധപൂർവം മാറ്റി പുതിയൊരു രീതിയിലേക്ക് പോകുന്നത്. സക്സസ് ആയിട്ടുള്ളത് വെറുതെ മെഡിറ്റേഷൻ ചെയ്തിട്ടും വെറുതെ പ്രാക്ടീസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ ഒന്നും വരില്ല. ഇപ്പോൾ 100 ഡേയ്സ് ചലഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് തരുന്നത്? ഓരോരോ ആക്ടിവിറ്റി ചെയ്യിക്കുകയാണ്. അന്ന് മുതൽ വർക്കൗട്ട് 5 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നിങ്ങൾ 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാണ്. പുതിയൊരു ആക്ഷനാണ് അവിടെ എടുത്തത്, പുതിയൊരു ഹാബിറ്റ് നിങ്ങളെടുത്ത്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഡെയിലി ശീലിക്കുമ്പോൾ അതൊരു പുതിയ ഹാബിറ്റായിട്ട് മാറുകയാണ്. നിങ്ങളെ ജീവിതത്തിൽ എന്ത് കാണുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു നന്മ അവിടെ കൊണ്ടുവരികയാണ്. മനസ്സിലായോ? അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട മൊമെൻറ്റ്സ്, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളവിടെ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു തോട്ടിനെ നമുക്ക് അവിടെ തരും. ഞാൻ ഇന്നലെ കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ 2 മക്കളും അടി കൂടിയ സമയത്ത് ഞാൻ പെട്ടെന്ന് ഇവരെ പോയിട്ട് അടിച്ചു. മീൻസ് മൂത്ത ആള് ഇളയാൾ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തോ ഒരു സാധനം ഇവൻ എവിടെയോ കൊണ്ട് കളഞ്ഞപ്പം നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്റ്റണ്ട്. അപ്പം ഞാൻ ഒരു അടി കൊടുത്തപ്പോൾ 2 ആൾ അവിടെ നിന്നു. അപ്പം അടി വടി ഇങ്ങനെ വടിയല്ല എൻ്റെ കയ്യിൽ കിട്ടിയത്, എന്തോ ഒരു സംഭവമാണ് കിട്ടിയത്. അത് കിട്ടിയതൊന്നും എടുത്ത് ഞാൻ എന്തിനാ നിങ്ങൾ വെറുതെ അടി കൂടുന്നത്, ഒന്ന് തിരഞ്ഞാൽ പോരെ. ശരിക്കും അവിടെ ഉണ്ട്, പക്ഷെ അവളെ വാശിക്ക് അവനിട്ട് അടിച്ച് തീർക്കുകയാണ്, എന്തോ ഒരു ഉള്ളിലുള്ള വാശിക്ക്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ? പക്ഷേ എൻ്റെ കുട്ടീൻ്റെ പാറ്റേൺ പഴയത് എൻ്റെത് ബിഹേവ് ചെയ്ത് ഞാൻ അത് തിരുത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് അറിവില്ലാത്ത സമയത്ത് നമ്മളെ കുഞ്ഞുങ്ങളിൽ വന്ന പാറ്റേൺസിനെ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാനത് അടിക്കരുത് എന്നുള്ളത് അറിയാം നമ്മൾ കുട്ടികളെ. അപ്പം ഞാൻ അങ്ങനെ വടിയെടുത്ത സമയത്ത് എൻ്റെ ഉള്ളിൽ അടിക്കരുത് എന്ന് വന്നില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ കൊടുത്തു. ഇളയ ആൾക്ക് ആ ഒരു അടി ആവശ്യമുള്ള അടി ആയതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തു. പക്ഷെ എൻ്റെ ഉള്ളിൽ അപ്പോഴും താങ്ക് യു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ഇത്രയും സപ്പോർട്ട് തരുന്നത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. അപ്പം എൻ്റെ മുന്നിൽ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അടിച്ചു. പിന്നെ എനിക്കത് ഗിൽറ്റായി. ഞാൻ ആ ഗിൽറ്റിന് എന്ത് ചെയ്തു, ഓവർകം ചെയ്തിട്ട് നന്നായിട്ട് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈ ഒരു മൊമെൻറ്റ്, ഇപ്പം അവർ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയമാണ്, പക്ഷെ ഡിസ്റ്റർബ് ചെയ്യാതെ മമ്മി ക്ലാസ് എടുക്കാനും മമ്മി ക്ലാസ് എടുക്കട്ടെ എന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് ഞാൻ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവണം. പക്ഷേ നമ്മൾ ചില സ്ഥലത്ത്, ഞാൻ ഈ ഒരു ഇത് പറയാൻ ഇവിടെ കാരണം,
നമ്മൾ ചില സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താൽ അതിന് 100 ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മതി. നമ്മൾ അത് വിചാരിച്ച് വലിയ മിസ്റ്റേക്ക് ചെയ്യാൻ പോകണമെന്നല്ല, പെട്ടെന്ന് നമുക്കൊരു ഗിൽറ്റ് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഗിൽറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ സമർപ്പിക്കുക. നമുക്ക് അതേ ചെയ്യാനുള്ളൂ. ഓൾറെഡി നമ്മളത് ചെയ്തു പോയി എന്നുള്ള ഒരു കുറ്റബോധത്തിൽ നിന്നിട്ട് ആ ഗിൽറ്റ് കൊണ്ട് ജീവിച്ചിട്ട് നമ്മളെ ലൈഫിനെ നശിപ്പിക്കുന്നതിലും ഭേദം നമ്മൾ അതിൽ 100 ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ ശീലിച്ച് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് അവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഇത് ഞാൻ നന്മയാക്കി മാറ്റണം. കാരണം അവർ നമുക്ക് തന്ന ഗ്രേറ്റ്ഫുൾ അത്രയും നമുക്ക് ഓർമ്മ മെമ്മറിയിൽ വരുമ്പോൾ അത് പറയുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് തിരിച്ച് പറയാനോ തിരിച്ച് ചിന്തിക്കാനോ കഴിയില്ല. നമ്മൾ ഓൾറെഡി പുതിയ പാറ്റേണിലൂടെ കടന്നു പോകുമ്പോൾ ചില അവസരങ്ങളിൽ നമ്മൾ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അത് നമ്മൾ ആവശ്യമാണ്. ആസ് എ പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ ആവശ്യമാണ്. അതിനെ ബോധവൽക്കരിക്കുക തന്നെ വേണം. പക്ഷേ അതിൽ നമുക്ക് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്ദി കാണിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം. എന്തെങ്കിലും ഒരു സൊസൈറ്റിനോട് നിങ്ങൾക്ക് കുറേ സൊസൈറ്റിയിൽ നിങ്ങൾ പണ്ടെങ്ങും കുറേ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഒരു ഗിൽറ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പല രീതിയിലൂടെ നിങ്ങൾക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആ ഒരു ഗിൽറ്റിനെ മറികടക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഒരു നന്മയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ലൈഫിനെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആവാം. പല പാറ്റേൺസും പല രീതികളും നമ്മളെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നും മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓൾറെഡി ആ ശീലം അവൻ്റെ ലൈഫിൽ സെറ്റാണ്. ആ ശീലത്തിൽ നിന്നും പുതിയൊരു ശീലത്തിലേക്ക് അദ്ദേഹം വരാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അയാൾക്ക് കഴിയാത്തതിൻ്റെ കാരണം ഈ പാറ്റേൺ ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ്. കുറേ ദിവസം കഷ്ടപ്പെടണം. 20 ദിവസവും 21 ദിവസവും 90 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുന്നതിൻ്റെ അടുത്ത് കൂടെ പോലും പോകാത്ത വിധം ഒരു റൂമിൽ ചിലപ്പോൾ അടഞ്ഞിരിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ പുതിയൊരു പാറ്റേൺ നമ്മൾ നിൽക്കുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ മാറിപ്പോകേണ്ടി വരും. ചില പുതിയ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇത് നിങ്ങളെ ലൈഫിനെ കാർന്ന് തിന്നതെന്നാണ്, പുതിയൊരു ശീലം നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സറൗണ്ടിങ്സിൽ നിന്നും മനഃപൂർവ്വം മാറേണ്ടി വരും. നിങ്ങളെ കണ്ടിട്ടല്ല ഈ ലോകത്ത് ആരെയും പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ധർമ്മം ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തു തീർക്കും. അതുകൊണ്ട് പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല മെത്തേഡും അവിടെ ചൂസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളെ ചോയ്സാണ്. 2 എണ്ണം ഉണ്ട്, ചോയ്സും ഉണ്ട് ചൂസും ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം ആ ചോയ്സും ചൂസും തന്നെയാണ്, ചാൻസ് ഉണ്ട്. ആ ഒരു ചാൻസിനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം അത് തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ തന്നെ പോകാം. മനസ്സിലായോ? രണ്ടും നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങളെ കോർട്ടിലാണ് പന്തുള്ളത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പുതിയൊരു ജീവിതം വേണോ, പുതിയൊരു ലൈഫ് സെറ്റ് ചെയ്യണോ എങ്കിൽ നിങ്ങൾ മാറി ആക്ഷൻ എടുക്കണം. ഇവിടെയാണ് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ആക്ഷൻ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. ജസ്റ്റ് നിങ്ങൾ നിന്നിട്ട് ആക്ഷൻ എടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം നിങ്ങളെ ക്രിയേറ്റർ നിങ്ങൾക്ക് കൊണ്ടുതരും. ഒരു 50%, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50% നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ബാക്കി 50% യൂണിവേഴ്സ്, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് ഇവിടെയാണ്. പകുതി നിങ്ങൾക്ക് കൊണ്ട് തന്നുകൊള്ളും. പക്ഷേ വിശ്വാസത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ ധർമ്മം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളെ മോർണിംഗ് ക്ലാസ് ഡെയിലി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെവൽ 1 പ്രോഗ്രാം എഗെയിൻ ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ മെസ്സേജ് ഒന്നും വന്നില്ല. ഇന്നലെ നമ്മൾ എല്ലാ ഫ്രൈഡേയും നമ്മളെ വെബിനാർ ആയതുകൊണ്ട് ഫ്രൈഡേ ഞാൻ അത് അയക്കാതിരുന്നതാണ്. എല്ലാ ഫ്രൈഡേയും രാത്രി 7 മുതൽ 8 വരെ നിങ്ങൾക്ക് പല ടോപ്പിക്കുകളിൽ വെബിനാർസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെവൽ 1 എന്ന് പറയുന്നത് നിങ്ങളെ ലൈഫിനെ ഒരു അമേസിങ് ട്രാൻസ്ഫോർമേഷൻ അഷ്വർ ചെയ്യുന്ന ഒരു 3 ട്രെയിനേഴ്സ് ഒരുമിക്കുന്ന ഒരു ഗ്രാൻഡ് പ്രോഗ്രാമാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ABC അബണ്ടന്റ് ബ്ലൂ പ്രിൻറ്റ് ക്രിയേഷൻ 30 ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആരെങ്കിലും റെഫർ ചെയ്യാനോ, നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ജീവിതത്തിൽ ഭയങ്കര സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അവരോട് പറയാം. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്തിട്ട്
എന്താണ് നിങ്ങളെ ലൈഫിലേക്ക് അത് നിങ്ങളതിനൊരു നിങ്ങളതിൻ്റെ ഒരു ഭാഗമാക്കുന്നതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാം, നിങ്ങളെ ലൈഫിലേക്കും കൂടി കൊണ്ടുവരാം. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾക്കത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അഡ്മിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.